തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ സംഭവിച്ചത് വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് ദശകങ്ങളായുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിളകിയ വലിയൊരു അത്ഭുതമാണ്. സിനിമാ തിരശ്ശീലയിലെ സൂപ്പർ സ്റ്റാർ ജോസഫ് വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ പുതിയൊരു ചരിത്രമാകുന്നു. വിജയിൻ്റെ ഈ വിജയം കേവലം അദ്ദേഹത്തിൻ്റെ സിനിമയിലെ താരപരിവേഷം കൊണ്ട് മാത്രം ഉണ്ടായതല്ല. ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും 10 വർഷത്തിലേറെ നീണ്ട നിശബ്ദമായ പ്രവർത്തനങ്ങളുമുണ്ട്. 2009 അച്ഛൻ ആരംഭിച്ച വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ ഒരു സേവന സംഘടനയായി മാത്രം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ വേരുകൾ ഗ്രാമങ്ങളിലേക്ക് ഇറക്കാൻ വിജയ്ക്ക് സാധിച്ചു. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ അപ്രതീക്ഷിത വിജയം ഇതിൻ്റെ സൂചനയായിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം സിനിമ ഉപേക്ഷിക്കുന്നത്. എനിക്ക് പണത്തോടുള്ള ആർത്തിയല്ല, ജനസേവനമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് തമിഴ് ജനത വിശ്വസിച്ചു. കമൽഹാസനെ പോലുള്ള മുൻഗാമികൾക്ക് സാധിക്കാത്ത ഒന്ന് വിജയ്ക്ക് സാധിച്ചത് ഈ ഒരു ആത്മാർത്ഥത കൊണ്ടാകാം. 234 സീറ്റുകളിൽ 108 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിയ വിജയ് കോൺഗ്രസ്, CVK, ഇടത് പാർട്ടികൾ എന്നിവരെ ഒപ്പം നിർത്തിക്കൊണ്ട് 120 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചെടുത്തു. അനുഭവപരിചയമില്ലാത്ത പുതിയ MLA-മാർക്കൊപ്പം മുതിർന്ന നേതാക്കളുടെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കി. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ രീതി എപ്പോഴും സൗജന്യങ്ങളും ക്ഷേമ പദ്ധതികളും കേന്ദ്രീകരിച്ചാണ്. വിജയ് മുന്നോട്ട് വെച്ച ചില പ്രധാന വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ്: പെൺകുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം, തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് 5000 രൂപ അലവൻസ്, സൗജന്യ ഗ്യാസ് സിലിണ്ടർ, വൈദ്യുതി എന്നിവയൊക്കെ. പലരും ഇതിനെ രാഷ്ട്രീയമായ തന്ത്രമായി കാണുമ്പോഴും ഇതിനകം സമ്പത്തിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന വിജയ് ഇത് നടപ്പിലാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഒരു വലിയ വിഭാഗം ജനങ്ങൾ. വിജയിൻ്റെ ഈ വിജയം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. 1960 മുതൽ മാറി മാറി ഭരിച്ച DMK, AIADMK കക്ഷികളിൽ നിന്നും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. കുടുംബ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമെതിരെയുള്ള നിശബ്ദമായ വിപ്ലവമായിരുന്നു ഈ വോട്ട്. AC മുറികളിൽ ഇരുന്നല്ല രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിജയ് തെളിയിച്ചു. രക്തദാന ക്യാമ്പുകളിലൂടെയും വിദ്യാഭ്യാസ സഹായങ്ങളിലൂടെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടതാണ് TVKയുടെ കരുത്ത്. ജനങ്ങൾ വിചാരിച്ചാൽ ഏത് വൻമരത്തെയും വീഴ്ത്താമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സിനിമാ ക്ലൈമാക്സിനേക്കാൾ ത്രില്ലടിപ്പിക്കുന്ന ഒന്നാണ് വിജയിൻ്റെ രാഷ്ട്രീയ വിജയം. പക്ഷെ അധികാരം ഒരു കനൽപഥമാണ്. വാഗ്ദാനങ്ങൾ പാലിച്ച് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.